ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വീണ്ടും നമ്മോടുകൂടെ പാസ്റ്റർ അനീഷ് മനോ സ്റ്റീഫൻ അവറുകളുണ്ട്. കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ നമുക്ക് ലഭിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ബാംഗ്ലൂരിൽ പാസ്റ്റർ പോൾ തങ്കെ അവറുകളുടെ ചർച്ചിൽ വർഷിപ്പ് ടീമിൽ കീബോർഡ് വായിക്കുവാൻ തുടങ്ങിയ ആ ഭാഗത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. അതെ, വളരെ ഹൃദ്യമായിരുന്നു. പാസ്റ്റർ അതെല്ലാം പങ്കുവെക്കുമ്പോൾ, ഓരോ സംഭവങ്ങളും പങ്കുവെക്കുമ്പോൾ ഒരു ചലച്ചിത്രം കാണുന്നത് പോലെയുള്ള ഒരു അനുഭൂതിയാണ് ഹൃദയത്തിൽ ഉണ്ടായത്. അത് വന്ന് കാണുന്നത് പോലെ. അതേപോലെ പരിശുദ്ധാത്മാവ് ആ ദിനങ്ങളിൽ കർത്താവിൻ്റെ ദാസനെ കൈപിടിച്ച് നടത്തിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. നമുക്ക് ഒരു തലമുറയ്ക്ക് വേണ്ട ഒരു അഭിഷക്തനെ ദാനം നൽകുവാൻ വേണ്ടി, കർത്താവ് നമുക്ക് വേണ്ടി ഒരു അപ്പോസ്തലനെ ദാനം നൽകുവാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ കർത്താവ് എങ്ങനെയാണ് ആ അപ്പോസ്തലനെ നടത്തിയത്, ആ അഭിഷക്തനെ രൂപപ്പെടുത്തി എടുത്തത് എന്നത് അറിയുവാൻ കഴിയുന്നത് എല്ലാവർക്കും, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് വലിയ അനുഗ്രഹമായി തോന്നുന്നു. അവിടെ നിന്ന് ശുശ്രൂഷകളുടെ ഒരു ആരംഭമാണ് ആ വർഷിപ്പ് ടീമിൽ കീബോർഡ് വായിച്ചു തുടങ്ങുന്നത്. പിന്നെ എങ്ങനെയാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്? അതിൻ്റെ ഒരു തുടക്കം എന്താണ്? വർഷിപ്പ് ടീമിൻ്റെ ഭാഗമായത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നു. ആദ്യം ഞാൻ കന്നഡ സർവീസിനായിരുന്നു, 3:30 കന്നഡ സർവീസിനായിരുന്നു വായിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ പാസ്റ്റർ എന്നെ രാവിലെ 6 മണിക്കുള്ള സർവീസിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ 6 മണിയുടെ സർവീസിന് വരണമെങ്കിൽ 5 മണിക്ക് ചർച്ചിലെത്തണം. ഒരു വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള ടൈം ഇരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. ഞങ്ങളൊക്കെ വരുന്നതിന് മുൻപേ പാസ്റ്റർ പോൾ തങ്കെ ചർച്ചിൽ വന്ന് ചർച്ചിലുടനീളം നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു പാസ്റ്റർ പോൾ തങ്കയുടെ ജീവിതത്തിൽ നിന്നും എന്നെ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥന എന്നൊരു കാര്യമാണ്, പ്രാർത്ഥിക്കുക എന്നുള്ളത്. അങ്ങനെ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് ഇരിക്കുകയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തത് പിന്നത്തതിൽ എൻ്റെ ആദ്യത്തെ മിനിസ്ട്രിയുടെ തുടക്കം എന്ന് പറയാൻ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് ആ വർഷം ഡിസംബറിൽ പോയി, വെക്കേഷൻസിന് വേണ്ടി പോയി. ഡിസംബറിൽ വെക്കേഷന് വേണ്ടി പോയ ആ സമയത്ത് ക്രോസ് ഓവർ സർവീസ് നടക്കുകയാണ്. 31st നൈറ്റ് സർവീസ് നടക്കുക ഡാഡിയുടെ ചർച്ച്. ഏത് വർഷമായിരുന്നു? 2007 അല്ലെങ്കിൽ 8 ആണെന്ന് എനിക്ക് തോന്നുന്നു, 7 or 8. ആ വർഷം ക്രോസ് ഓവർ സർവീസിൽ പങ്കെടുക്കുന്ന സമയത്ത് സ്തോത്ര കാഴ്ചയ്ക്ക് ഒരു പാട്ട് പാടാനാണ് ഡാഡി പറഞ്ഞത്. കാരണം വേറെ ഒന്നും അങ്ങനെ ഞാൻ ചെയ്ത ആരും കണ്ടിട്ടില്ല, എനിക്ക് ചെയ്യാൻ അറിയത്തുമില്ല, ഡാഡിക്കും അറിയത്തില്ല. ഡാഡിക്കും അങ്ങനെ ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ഉടനെ ഞാൻ വചനം പ്രസംഗിക്കാനോ അങ്ങനൊരു കാര്യമൊന്നും ഞാൻ ചെയ്തു തുടങ്ങിയില്ല. കീബോർഡ് വായിക്കുമായിരുന്നു, ദൈവ സാന്നിധ്യത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമായിരുന്നു, പാസ്റ്റർ പോൾ തങ്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുവാനും ആ ചർച്ചിൽ വളരെ ഒരു ടെസ്റ്റിമോണിയുള്ള ലൈഫ് ജീവിക്കുവാനും ഒക്കെ ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ സ്തോത്ര കാഴ്ചയ്ക്ക് പാട്ട് പാടിയതാണ്. ഭയങ്കരമായിട്ടുള്ള പ്രസൻസ് ആ ചർച്ചിലേക്ക് വന്നു. ആ പാട്ട് നിർത്താൻ പറ്റാതെ അതൊരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ അങ്ങനെ പോയി. ഞാൻ കരഞ്ഞു, ജനമെല്ലാം ഇരുന്ന് കരഞ്ഞു. ഇപ്പം ഈ ഹോളി സ്പിരിറ്റ് റിവൈവൽ സംഭവിക്കുമ്പോഴും ഇവിടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നു, ദൈവസാന്നിധ്യം മൂവ് ചെയ്യുന്നു, ഇവിടെ ഇരിക്കുന്നവർ കരയുന്നതൊക്കെ കാണുമ്പോൾ എൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ആ പ്രസൻസിൻ്റെ അകത്ത് എന്നെ ട്രാൻസ്ഫോം ചെയ്തതൊരു പ്രസൻസാണ്. മിനിസ്ട്രി ആരംഭിക്കുന്നതും ബാക്കി പെട്ടെന്നൊരു എക്സ്പ്ലോഷണൽ വേർഡ് പ്രസംഗിക്കുന്നതിനേക്കാളോ ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാളോ പ്രസൻസ് കാരിയറായിട്ട് തന്നെയാണ് മിനിസ്ട്രിയുടെ ആരംഭം കുറിച്ചത്. ആ സംഭവത്തിന് ശേഷം ഡാഡിയുടെ മനസ്സിലും ഞങ്ങളുടെ സീനിയർ ലീഡർഷിപ്പിൻ്റെ മനസ്സിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വർഷിപ്പ് ലീഡ് ചെയ്യാൻ അവസരം കൊടുക്കണം എന്നൊരു തീരുമാനത്തിലെത്തി. പ്രസംഗിക്കണം എന്നുള്ളതല്ലായിരുന്നു, വർഷിപ്പ് ലീഡറായിട്ട് മാറി. എന്നാൽ ഞാൻ ഒരിക്കൽ പോലും പാസ്റ്റർ പോൾ തങ്കയുടെ ചർച്ചിൽ വർഷിപ്പ് ലീഡ് ചെയ്തിട്ടില്ല. കീബോർഡ് വായിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. വോളണ്ടിയർ കസേരയിടുക,
ദൈവം ഏൽപ്പിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണമെന്നൊരു കാര്യം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നു. പാട്ടുപാടുന്നതിനുള്ള താലന്ത് മുന്നമേ ഉണ്ടായിരുന്നു? അത് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു പാസ്റ്റർ. വളരെ ചെറുപ്പത്തിൽ. എൻ്റെ മമ്മി അധികം പാട്ട് പാടുന്നൊരു വ്യക്തിയായിരുന്നു. എൻ്റെ മമ്മിയുടെ കുടുംബത്തിലുള്ള എല്ലാവരും മ്യൂസീഷ്യൻസ്, ഇന്നും അവർ മ്യൂസീഷ്യൻസ്, വളരെ പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ജനറ്റിക്കലി അത് വന്നതായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ആരെയും അന്ന് ഇമ്പാക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവത്തിൻ്റെ ട്രാക്കിലേക്ക് വന്നപ്പോൾ സ്തോത്രക്കാഴ്ചയ്ക്ക് ഒരു പാട്ട് പാടിയതാണ് പ്രസൻസ് മൂവ് ചെയ്ത് 1/2 മണിക്കൂറോളം 3/4 മണിക്കൂറോളം അത് പാട്ട് ഞാൻ ഓർക്കുന്നു. മാരാമാൻ കൺവെൻഷനിലെ വർഷങ്ങൾക്ക് മുൻപേ ഇറങ്ങിയ എൻ മനമേ നീ വാഴ്ത്തിയിടുക നിന്റെ സൃഷ്ടാവിനെ ജീവകാലമെല്ലാം എന്ന് മാരാമാൻ കൺവെൻഷനിലൊരു പാട്ടാണ് അന്ന് പാടിയത്. പിന്നീട് വേർഷിപ്പ് ലീഡ് ചെയ്യുവാൻ ഡാഡി അവസരം തന്നു തുടങ്ങി. ഡാഡി ഇതിന് മുന്നമേ പാടാൻ അനുവാദം നൽകിയിട്ടില്ല? ഡാഡി എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഓ, അത് ശരി. ഈ 10ാം വയസ്സിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം 12ാം വയസ്സിൽ 12ാം വയസ്സിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം ആ സമയത്തൊന്നും ഈ വർഷിപ്പിന്റെ ഭാഗമായില്ല. ആ സമയത്ത് ഈ വർഷിപ്പിന്റെ റെവലേഷൻ ഒന്നും ഞങ്ങളുടെ ആ കൂട്ടായ്മയ്ക്ക് കിട്ടിയിട്ടില്ല. ഒന്നിച്ചു വന്നിരുന്നു കൈയടിച്ച് പാട്ട് പാടും. അന്ന് പാട്ട് പാടുകയല്ലേ, നമ്മുടെ ആ കോങ്കോ ഡ്രമ്മോ ഒക്കെ വെച്ച് എല്ലാവരും കൂടെ അങ്ങ് പാട്ട് പാടുകയാണ്. ഇന്നത്തെ ഒരു നിലയിലുള്ള വർഷിപ്പ് ടീം എന്നുള്ള ഒരു കാര്യം അവിടെ വന്നിട്ടില്ല. അന്ന് ഗായക സംഘം, അന്നും കീബോർഡൊക്കെ വായിക്കും. അന്നിങ്ങനെ ദൈവ സാന്നിധ്യത്തിലേക്ക് പോകുന്ന ഒരു കാര്യമില്ലല്ലോ. ആ സ്പീഡിലുള്ള പാട്ടും നമ്മൾ കൈയടിച്ച് അന്യഭാഷ പറയുന്ന ഒരു സിസ്റ്റത്തിലായിരുന്നു അന്ന് ഞങ്ങളുടെ കൂട്ടായ്മയും നിന്നിരുന്നതും. അന്ന് ഇതുപോലെ 14 വയസ്സുള്ള ആരും അല്ലെങ്കിൽ 13 വയസ്സുള്ള ആരെയും അങ്ങനെ ഒരു മിനിസ്ട്രി ഫ്രണ്ട് ലൈനിലേക്കൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലായിരുന്നു. ശരി, മനസ്സിലാവുന്നു. ഞാനും ഓർക്കുന്നുണ്ട്. ആ സമയങ്ങളിലൊന്നും അത്തരത്തിലുള്ളൊരു സമീപനം ഉണ്ടായിരുന്നില്ല. അതെ. പ്രത്യേകിച്ചും അന്ന് ഈ സാന്നിധ്യത്തെക്കാൾ ഉപരിയായിട്ട് ശക്തി അനുഭവിക്കുക എന്നതായിരുന്നു. അതെ. പാട്ടുപാടിയതിനു ശേഷം അന്യഭാഷ പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിക്കുകയാണ്. അതെ, അതെ. ഒരു നല്ല തുടക്കമാണ്. ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്ന ഒരനുഭവത്തിലാണ് ശുശ്രൂഷയുടെ ആരംഭം എന്ന് പറയുന്നത്. അവിടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിത്യത മുഴുവൻ നാം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം വർഷിപ്പ്. അതിലേക്കാണ് ആദ്യം പ്രവേശിച്ചത്. വർഷിപ്പ് ടീമിലേക്കാണ്, വർഷിപ്പറായിട്ടാണ് ആദ്യം പ്രവേശിക്കുന്നത്. പിന്നീട് എങ്ങനെയായിരുന്നു ആത്മീയ ശുശ്രൂഷയിൽ ഈ ദൈവവചന പ്രഘോഷണത്തിലേക്ക് വന്നത്? അങ്ങനെ അടുത്തൊരു സ്റ്റെപ്പായിട്ട്, അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്കാണല്ലോ നാട്ടിൽ പോകുന്നത്. നാട്ടിൽ പോയപ്പോൾ ഡാഡി പറഞ്ഞു ഒരു സങ്കീർത്തനം. അപ്പൊ അന്നത്തെ കാലത്ത് ഈ സങ്കീർത്തന ധ്യാനം അല്ലെങ്കിൽ സാംസ് എക്സ്പോസിറ്ററി എന്ന് പറയുന്ന അതുണ്ടല്ലോ, ആരാധനയുടെ ഇടയിൽ ഡാഡി പ്രസംഗിക്കുന്ന വായിച്ച് സങ്കീർത്തനം പറയുന്നവരുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ പ്രസംഗിക്കാനുള്ള ഒരു ശുശ്രൂഷ. സങ്കീർത്തനം 23 ആയിരുന്നു. 2008, 2009 അല്ലേ? 2008-9, അതെ, 9 ആദ്യ കാലഘട്ടം. 9 ആയപ്പോൾ 2008 ആദ്യ കാലഘട്ടമാണ്. 2007 അവസാനം, 2008 ആദ്യ കാലഘട്ടം. ഇവിടെ കീബോർഡ് പ്ലേ ചെയ്യാൻ തുടങ്ങിയത് പാസ്റ്റർ പോൾ 2007. 2007. അപ്പൊ 2008 ആരംഭത്തിലാണ് സങ്കീർത്തനത്തിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ള അവസരം ലഭിക്കും. അപ്പോൾ അന്ന് IT എഞ്ചിനീയർ ആയതുകൊണ്ട് ലാപ്ടോപ്പിൽ 10-30 പേജ് നോട്ട്സ് ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും പഠിച്ചും മനസ്സിലാക്കി പോയി നിന്ന് യഥാർത്ഥത്തിൽ വായിക്കുകയായിരുന്നു എൻ്റെ ആദ്യത്തെ എല്ലാ പ്രസംഗങ്ങളും. ഇന്ന് അതിൻ്റെ പല ടേപ്പുകളും കണ്ടാൽ ചിലപ്പോൾ എനിക്ക് തന്നെ എന്നോട് സഹതാപമാണോ. 23ാം സങ്കീർത്തനം ആദ്യത്തെ അവസരം. ആ സമയത്തും ഈ പ്രസംഗക്കുറിപ്പുകൾ മുഴുവൻ തയ്യാറാക്കി, മുഴുവൻ എഴുതി നോക്കി വായിക്കും. ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറയാൻ പറ്റുന്നില്ലായിരുന്നു. പ്രസംഗിച്ചത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. എൻ്റെ ഞങ്ങളുടെ ചർച്ചിൽ സീനിയർ പാസ്റ്റർ അജി ജസ്റ്റിസ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഓ, അങ്ങനെയായിരുന്നു. അതെ, ഒട്ടും അറിയാതെയാ പ്രസംഗിക്കാനൊക്കെ തുടങ്ങിയത്. അവിടുന്ന് പിന്നെ പതുക്കെ ഡാഡി മെയിൻ മെസ്സേജിലേക്ക് എന്നെ കൊണ്ടുപോയി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരുന്നു, ഒരു പെട്ടെന്നുള്ളൊരു പ്രോഗ്രസ് അല്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഡാഡിക്ക് ഇത് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്, അതിനുവേണ്ടിയാണ് പാസ്റ്റർ അനീഷിനെ കണ്ടിരിക്കുന്നത്, ദൈവം കണ്ടിരിക്കുന്ന ഒരു വചനപ്രഘോഷണത്തിന് വേണ്ടിയാണ് എന്ന് ഡാഡിക്ക് മുന്നമേ അറിയാമായിരുന്നു എന്ന് ഉറപ്പാണ്. അതിന് ഒരു റീസൺ പ്രവചനങ്ങളാണ്. നമ്മൾ ചെറുപ്പം മുതലേ പ്രവചനങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട്. ഡാഡിയുടെ സ്പിരിച്വൽ ഫാദർ DGS ദിനകരൻ അങ്കിളാണ്.
അപ്പോൾ DGS ദിനകരൻ അങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രവചിക്കുന്ന കാര്യങ്ങൾ ഡാഡി വളരെ വിലയോടുകൂടിയാണ് പല കാര്യങ്ങളും അത് ഏറ്റെടുത്തത്. DGS ദിനകരൻ അങ്കിൾ പറഞ്ഞ ഒരു പ്രവചനം ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ മൂത്ത മകൻ നിങ്ങളുടെ റൈറ്റ് ഹാൻഡായിട്ട് നിന്ന് ഈ ശുശ്രൂഷയെ മുൻപിലേക്ക് കൊണ്ടുപോവുകയും ഡാഡി ചെയ്തതിനെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളുമായിട്ട് വചനപ്രഘോഷണവും ശുശ്രൂഷകളുമൊക്കെ ചെയ്യുമെന്ന് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇളയ ബ്രദറിനെ കുറിച്ചും വേറെ തലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രവചനങ്ങൾ ഡാഡിയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആ സ്പിരിച്വൽ ഗ്രോത്ത് ഒരു ദൈവദാസന നിലയിൽ ഇവാലുവേറ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്നെ ഓരോ സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുവാൻ, അതുകൊണ്ട് എന്നോടിപ്പോൾ എൻ്റെ സ്പിരിച്വൽ ഫാദർ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഫിസിക്കൽ ഫാദറിനെ അല്ലാതെ വേറെ ആരെയും ചൂണ്ടിക്കാണിക്കാൻ ഒക്കത്തില്ല. എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ പോൾ തെങ്ങ എൻ്റെ പാസ്റ്ററായിട്ട് ഞാൻ ഇന്നും അംഗീകരിക്കുന്നു. ഇടയ്ക്ക് ഞങ്ങൾ ഫോൺ സംഭാഷണങ്ങളൊക്കെ ഉള്ളപ്പോൾ എൻ്റെ പാസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയേണ്ടി വരും പാസ്റ്റർ പോൾ തെങ്ങയാണ്. ഇതിനിടയിൽ വലിയൊരു അത്ഭുതകരമാകുന്ന കാര്യം ഞാനിപ്പോൾ ശ്രദ്ധിച്ചു. DGS ദിനകരൻ അങ്കിൾ, ബ്രദർ DGS ദിനകരൻ അങ്കിളിന്റെ കൈവപ്പ് ബാല്യത്തിൽ തന്നെ ലഭിച്ചു. മഹാത്ഭുതം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ കഴിഞ്ഞുപോയ ഒരു കുറേ നൂറ്റാണ്ടുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയധികം രോഗശാന്തി ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ട മറ്റൊരു ദൈവദാസൻ വേറെയില്ല. ഈ ഇമ്പാർട്ടേഷൻ എനിക്ക് മനസ്സിലായത് നമ്മൾ അദ്ദേഹത്തിൽ നിന്നും സ്വീകരിക്കുമ്പോൾ നമുക്കും അദ്ദേഹത്തോട് റെസ്പെക്റ്റും സ്നേഹവും ഉള്ളപ്പോഴാണ് ഇത് ട്രാൻസ്ഫർ ആകുന്നതെന്നാണ് എൻ്റെ ഒരു പരിമിതമായ അണ്ടർസ്റ്റാൻഡിങ്. ഒരു ദൈവദാസൻ്റെ മേലുള്ള ഒരു അനോയിൻറ്റിങ്ങിനെ നമ്മൾ ഓണർ ചെയ്യുകയും റെസ്പെക്റ്റ് ചെയ്യും, അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ചെറുപ്പം മുതൽ ഞങ്ങളുടെ മിനിസ്ട്രി ജീസസ് കോൾസ് മിനിസ്ട്രിയുമായിട്ട് അസോസിയേറ്റഡ് ആയി. ഞങ്ങളുടെ മിനിസ്ട്രി തുടങ്ങാൻ റീസൺ തന്നെ ജീസസ് കോൾസ് മിനിസ്ട്രിയാണ്. അവരുടെ മീറ്റിംഗ്സ് വരുമ്പോൾ പോസ്റ്റർ ഒട്ടിക്കാൻ പോവുക, വണ്ടി ഓടിക്കാൻ പോവുക. അങ്ങനെ DGS ദിനകരൻ അങ്കിൾ എന്നൊരു ദൈവദാസൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭയങ്കര ഞങ്ങൾക്ക് സ്നേഹമുള്ളൊരു ദൈവദാസനായിരുന്നു. അതുകൊണ്ട് ആയിരിക്കാം പാസ്റ്റർ ഒരു പക്ഷെ അദ്ദേഹം ഒത്തിരി ഞങ്ങൾക്ക് വേണ്ടി പല പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഇന്ന് പല സ്റ്റേജുകളിൽ ഞാൻ പ്രസംഗിക്കുമ്പോഴും ചിലരെങ്കിലും വന്ന് പറയാറുണ്ട്, ഞങ്ങൾക്ക് ദിനകരൻ അങ്കിളിൽ ഓർമ്മ വന്നു ഡോക്ടർ പോൾ, എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം ഡോക്ടർ പോൾ ദിനകരനെ ഞങ്ങൾ ഓർമ്മിച്ചു എന്നോ, അല്ലെങ്കിൽ ആ കൈയുടെ മൂവ്മെൻറ്റ് അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുന്നതിനൊരു റീസൺ ആ ഇമ്പാർട്ടേഷൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അന്ന് മുതലേ ഇന്ന് വരെ DGS ദിനകരൻ അങ്കിളുടെ മിനിസ്ട്രിയെ ഞങ്ങൾ ഓണർ ചെയ്യുകയും റെസ്പെക്റ്റ് ചെയ്യുകയും വാല്യൂ ചെയ്യുകയും ചെയ്യുന്നു. ആമേൻ, ആമേൻ. അത്ഭുതകരം. അത് ചില സന്ദർഭങ്ങളിൽ ആ ടോണ്, ശുശ്രൂഷിക്കുമ്പോഴുള്ള ആ ടോണ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ DGS ദിനകരൻ അങ്കിളിൻ്റെ മേൽ നിന്നുള്ളൊരു ഇമ്പാർട്ടേഷൻ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതിനുശേഷം അങ്ങനെ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. പക്ഷെ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു ആളുകൾക്ക് വേണ്ടിയിട്ട്. പ്രസംഗം കുറച്ചും കൂടെ ബോൾഡായിട്ട് പറയാൻ തുടങ്ങി, ഇച്ചിരി നടക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ നിന്ന് സ്റ്റഡി ആയിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന കോർഡ്ലെസ് മൈക്കുമായിട്ട് നടക്കാൻ തുടങ്ങി. പക്ഷെ ആളുകൾക്ക് വേണ്ടി ഡാഡി ആയിരുന്നു പ്രാർത്ഥിക്കുന്നത്. കാരണം കൂടുതലും ഡാഡിയുടെ ചർച്ചിൽ ഭാരവും പ്രയാസവും രോഗവുമായിട്ട് സാധാരണ ആളുകളും പാവപ്പെട്ടവരുമാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം പ്രസംഗിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രാർത്ഥിക്കാൻ ഡാഡിയില്ല സ്റ്റേജിൽ. അപ്പോൾ ഡാഡി എന്തോ ഒരു അത്യാവശ്യത്തിന് ആരോ ഡാഡിയെ വിളിച്ച് പുറത്തു കൊണ്ടുപോയി. പ്രസംഗം തീരുകയും ചെയ്തു, പ്രാർത്ഥിക്കാൻ ആരുമില്ല. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ അജി ജസ്റ്റിസ് പറഞ്ഞു, മോൻ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, അങ്കിൾ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്ന്. അറിയാവുന്നതുപോലെ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞാൻ അറിയാവുന്നതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അല്പം മുൻപിലേക്ക് പോയപ്പോൾ എനിക്കിങ്ങനെ ഒരു വോമിറ്റിംഗ് സെൻസേഷൻ വരികയാണ്. അപ്പം എൻ്റെ ചെറുപ്പത്തിൽ വോമിറ്റിംഗ് സെൻസേഷൻ ഈ ഡിമോണിക് ഇതുമായിട്ട് കണ്ടതുകൊണ്ട് എനിക്ക് ആദ്യം ഭയങ്കര ഭയം വന്നു. എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഡിമോണിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ? പണ്ട് 14-ാമത്തെ വയസ്സിൽ തൊട്ട് തുടങ്ങിയ പാപം ഈ 25-ാമത്തെ വയസ്സ് വരെ ചെയ്ത 11 വർഷത്തിൻ്റെ ഇടയിലുള്ള സിന്നിൻ്റെ അല്ലെങ്കിൽ എഫക്റ്റ് എൻ്റെ ഉള്ളിലുണ്ടോ? അപ്പം ഞാനിങ്ങനെ മനഃപൂർവ്വമായിട്ട് എൻ്റെ വാ കൊണ്ട് അതിനെ കടിച്ച് പിടിക്കാൻ ശ്രമിക്കുന്ന 3-ാമത്തെ പ്രാവശ്യം ഇതങ്ങ് പുറത്തോട്ട് വന്നത് വൊമിറ്റായിട്ടല്ല, എൻ്റെ ശബ്ദം മാറി. വളരെ മൃദുവായിട്ട് അന്നത്തെ യങ് ശബ്ദമായിരുന്നു. വളരെ ഒരു ഹാർഡ് സൗണ്ട് വന്ന് ഇംഗ്ലീഷിൽ ഞാൻ പറയുകയാണ്, there is a brother here. You have come for the very first time to this place. You had 2 blocks in your heart. One block you treated, but the other block is still there. But right now the power of Lord Jesus Christ is touching you and you are healed in the name of Jesus. എന്ന് പറഞ്ഞ് അങ്ങനെ 3 പ്രൊഫറ്റിക്കലായിട്ടുള്ള വേർഡ് പറയുകയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നോർമൽസിയിലേക്ക് വന്നു. ഞാൻ ചിന്തിക്കുകയാണ്, ഇതാര് നിന്നോട് പറഞ്ഞു എന്ന് ഞാൻ എന്നോട് ചോദിക്കുക.
അപ്പോൾ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ഈ പ്രവചനമൊക്കെ ആളുകൾ TV സ്ക്രീനിൽ എഴുതി കാണിച്ചാണ് വായിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ സ്ക്രീനൊന്നും കണ്ടില്ല, ഞാൻ ഒരു വിഷൻ കണ്ടില്ല, ഒരു ദർശനവും കണ്ടില്ല. ഞാനല്ലാതെ പറഞ്ഞതുപോലെ തോന്നി. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാനൊരു കള്ളപ്രവചനം പറഞ്ഞതുപോലെ ഒരു ഡിമോണിക് ഇൻഫ്ലുവൻസിൽ ഞാൻ പറഞ്ഞോ എന്ന് എനിക്ക്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ആദ്യത്തെ സമയത്തൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ് ഹോളി സ്പിരിറ്റിനോട്. ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥന അവസാനിപ്പിച്ചു. ഞാൻ റൂമിൽ പോയി. ഞാൻ ഇന്നും ഓർക്കുന്നു, തിരുവനന്തപുരത്ത് നെടുമങ്ങാടിൽ പാസ്റ്ററൊക്കെ വരുന്ന ആ റൂമിൽ കട്ടിലിൽ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കരയുക, ദൈവത്തോട് ക്ഷമ പറഞ്ഞ് കരയുകയായിരുന്നു എൻ്റെ ജഡം ഓപ്പറേറ്റ് ചെയ്ത് പോയതിന്. അപ്പോൾ സൂസി ആൻറ്റി വന്ന് എന്നെ വിളിച്ചു, പറഞ്ഞു, മോനെ ഒത്തിരി പേര് ക്യൂ നിൽക്കുക പ്രാർത്ഥിക്കും. അപ്പോൾ ഡാഡി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഡാഡിയെ കാണുന്നില്ല. മോൻ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ആൻറ്റി പ്രാർത്ഥിക്കുന്ന കാര്യം പോയിട്ട് ഇനി ഞാൻ ശുശ്രൂഷിക്കുന്നില്ല. കാരണം ഒരിക്കലും ദൈവസാന്നിധ്യത്തിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തു. ഞാനൊരു ശബ്ദം കേട്ടില്ല, ആരും എന്നോടൊന്നും പറഞ്ഞില്ല, ഞാനൊരു വിഷനിൽ കണ്ടില്ല. പക്ഷെ 3 കാര്യങ്ങൾ എൻ്റെ ജഡത്തിൽ തോന്നിയത് പറഞ്ഞു എന്ന് കുറ്റബോധത്തോടുകൂടെ കരയുക. ആൻറ്റി പറഞ്ഞു, ഒരിക്കലും ഒക്കത്തില്ല, അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം, ഡാഡി വരുമ്പോൾ നമുക്ക് സംസാരിക്കാം, ആളുകൾക്ക് വേണ്ടി മോൻ പ്രാർത്ഥിച്ച് ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വലിച്ച് നിർബന്ധിച്ച് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അങ്ങനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ കണ്ടാൽ അറിയാം അദ്ദേഹം ഒരു ഹൈന്ദവ സമുദായത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ ഒത്തിരി ചരടുകൾ. അദ്ദേഹം എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് ഇതാണ്, ഞാൻ പേര് മറന്നുപോയി, ഞാനിന്ന് ആദ്യമായിട്ടാണ് പ്രത്യാശ കേന്ദ്രത്തിൽ വന്നത്. എൻ്റെ ഹൃദയത്തിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ ഓപ്പറേറ്റ് ചെയ്തു, മറ്റേതെനിക്ക് ചെയ്യാൻ നിവൃത്തിയില്ലായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, പ്രത്യാശ കേന്ദ്രത്തിൽ പോയാൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും, രോഗികൾ സൗഖ്യമാകും. ഞാനിവിടെ വന്നു. സാർ അത് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ ഇലക്ട്രിക് പവർ എൻ്റെ ഹാർട്ടിലേക്ക് പോകുന്നത് പോലെ പോയി. എനിക്ക് സൗഖ്യമായെന്ന് ഞാൻ വിശ്വസിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സൗഖ്യമായി ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത ആഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും അദ്ദേഹം റിപ്പോർട്ട് കൊണ്ടുവന്നു. അദ്ദേഹം ബ്ലോക്ക് ഇല്ല എന്ന റിപ്പോർട്ട് വന്നു. ബാക്കി 2 പ്രവചനങ്ങളും ആ ലൈനിലുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തെ മിനിസ്ട്രിയിലേക്ക് പരിശുദ്ധാത്മാവ് തിരിച്ച് പകലായിരുന്നു. ആ പകൽ ഞാൻ പോലും അറിയാതെ, ആഗ്രഹിക്കാതെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ കൃപാവരങ്ങൾ തനിയെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള പഠിച്ച സമയമായിരുന്നു അത്. അന്ന് മുതൽ തുടങ്ങിയ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന കഴിഞ്ഞ 16 വർഷമായിട്ടും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. എന്തൊരു ശ്രേഷ്ഠമായ തുടക്കം! അതും വളരെ പ്രകൃതി അതീതമാകുന്ന നിലയിൽ, ഒരു സൂപ്പർ നാച്ചുറൽ ആകുന്ന നിലയിലാണ് ഈ രോഗശാന്തി ശുശ്രൂഷ അവിടെ തുടങ്ങുന്നത്. അതെ, ദൈവപരിശുദ്ധാത്മാവിന് മഹത്വം. ആമേൻ. എങ്കിലും അവിടെ ഒരു സന്ദേഹം ഉണ്ടായി. യെരമ്യാവിനെ കർത്താവ് ഉത്സാഹിക്കുകയുണ്ടായി. യെരമ്യാവിനോട് പറഞ്ഞു, നീ കാണുന്നത് എന്ത്? ബദാം വൃക്ഷത്തിന്റെ കൊമ്പ്. അപ്പൊ കർത്താവ് ഉത്സാഹിപ്പിക്കുകയാണ്. നമ്മൾ അവിടെ അല്പം ക്ഷീണിക്കുവാൻ തയ്യാറായി, അതിനുവേണ്ടി നമ്മൾ വിധേയപ്പെടുത്തി കൊടുത്തു. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടില്ല. അതെ, തീർച്ചയായും. അവിടെ അപ്പോൾ ഒരു സഹോദരിയെ ഉപയോഗിച്ചു. ആ സഹോദരിയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്സാഹിപ്പിച്ച് നമ്മളെ കൊണ്ട് തന്നെ അത് കേൾപ്പിച്ചു. അതെ, അതരത്തിലൂടെ പുറപ്പെട്ട ആ പ്രോഫറ്റിക് വേർഡ് യാഥാർത്ഥ്യമായിരുന്നു. ഒരു വ്യക്തി അതിനാൽ വിടുവിക്കപ്പെട്ടു എന്ന് നമ്മളെ കേൾപ്പിച്ച് ഉറപ്പിച്ച് ശുശ്രൂഷയിൽ ഒരു വലിയ തുടക്കം നൽകി തന്നു. പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മൾ കൂടുതലായിട്ട് യേശുവിനെയാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് അഭിഷേകത്തെ നമുക്കൊന്ന് വിശ്വസിക്കുവാൻ എനിക്ക് വലിയൊരു ചേഞ്ച് വന്നത് ആ മീറ്റിങ്ങിന്റെ അകത്താണ്, തിരുവനന്തപുരത്ത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടെ, ഈ TV സ്ക്രീനിൽ കാണുന്നത് പോലെ കാണണമെന്നില്ല, നിർബന്ധമില്ല. ഒരു ഓഡിബിൾ ശബ്ദം കേൾക്കണമെന്നുമില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇപ്പോൾ നമുക്കുണ്ടാകുന്നുണ്ട്. നമ്മൾ കാണുന്നു, കേൾക്കുന്നു. പക്ഷെ ആ തുടക്കം എനിക്ക് മനസ്സിലായത്, നമ്മുടെ അധരത്തെ പരിശുദ്ധാത്മാവ് അന്യഭാഷകൾ സംസാരിക്കാൻ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ പ്രവചിക്കുവാനും നിയന്ത്രിക്കുവാൻ മതിയായ ദൈവമാണെന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. ഭയം കൂടാതെ ധൈര്യത്തോടുകൂടെ ആ ഒരു പ്രതലത്തിലേക്ക് കാൽച്ചൂട് വെക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ അധരത്തെ അവിടുത്തെ ശബ്ദമാക്കി മാറ്റി. അതിൽ രസകരമായൊരു കാര്യം കൊണ്ട് സംഭവിച്ചത്, അതിനു മുന്നേയൊക്കെ അഥവാ ഞാൻ പ്രസംഗിക്കുമ്പോഴത്തേക്ക് ഡാഡിയുടെ അന്നത്തെ കൂട്ടായ്മയിൽ പ്രായമുള്ള അമ്മച്ചിമാരുണ്ട്. അപ്പം അവര് തിരുവനന്തപുരം ഭാഷയിൽ അവർ ചോദിക്കും, അച്ഛൻ എപ്പോൾ വരും? എൻ്റെ പ്രസംഗത്തെ അങ്ങോട്ട് അവര് സ്വീകരിക്കാത്ത, കാരണം ഒന്നാം ഇംഗ്ലീഷാണ്. പിന്നെ മലയാളം ട്രാൻസ്ലേഷൻ പോകുമ്പോൾ പ്രായമുള്ള അമ്മച്ചിമാർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരെല്ലാവരും തിരിച്ച് എൻ്റെ ഡാഡിയോട് ചോദിക്കാൻ തുടങ്ങി, മകൻ എപ്പോൾ വരുമെന്ന്.
അപ്പോൾ നമ്മുടെ ശുശ്രൂഷയിൽ വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലായതാ, വചന ശുശ്രൂഷയോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നമ്മുടെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. പുതിയ തലമുറയ്ക്ക് അതൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. കേവലം നമ്മൾ ചില കാര്യങ്ങൾ പറയുക മാത്രമല്ല ചെയ്യേണ്ടത്, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുക്കണം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ തന്നെ ഉപയോഗിക്കുന്നത്. നമ്മളാണ് അവിടുത്തെ കരങ്ങളിലെ ആയുധം. അവിടുത്തെ കൃപാവരങ്ങൾ പുറപ്പെടുവിക്കുവാൻ തയ്യാറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജനവുമായിട്ട് അടുക്കുവാനും ജനത്തിന് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ വിശ്വസിക്കാൻ പറ്റും. ബൈബിളിൽ തന്നെ ശ്രദ്ധിച്ചാൽ പൗലോസിനെ ആദ്യം ഏൽപ്പിച്ച ശുശ്രൂഷയിൽ പത്രോസിന്റെ ലീഡർഷിപ്പിന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം നടത്തി വരുന്ന പല റിപ്പോർട്ടുകൾ ഇവർക്ക് വന്നപ്പോഴാണ് ഇവർക്ക് ആ മിനിസ്ട്രിയിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ദൈവം ചെയ്ത സയൻസ് വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾ ഷെയർ ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് അവരെ വിശ്വസിക്കാൻ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കിയതുപോലെ, പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പിൽ വളർന്ന് തന്നെ സീനിയർ ലീഡർഷിപ്പിന് അടുത്തൊരു ലൈനിലേക്ക് നമ്മളെ വളർന്നു വരുന്നത് കാണുന്നതിലും വിശ്വസിക്കാനും അല്ലെങ്കിൽ നമ്മളെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഇതൊരു വളരെ പ്രധാനപ്പെട്ട റീസൺ ആണ്. ഇന്ന് പല സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പിനെയും ആളുകൾ അക്സെപ്റ്റ് ചെയ്യാത്തതിനൊരു പ്രധാനപ്പെട്ട കാരണം ഗിഫ്റ്റിങ്സ് ഓപ്പറേറ്റ് ചെയ്യാത്തതാണ്. തിയോളജി മാത്രമാവുകയോ അല്ലെങ്കിൽ തിയറിറ്റിക്കലി നമ്മൾ പറഞ്ഞു പോകുന്നതല്ലാതെ ആളുകളുടെ ലൈഫിൽ നമ്മൾ പറയുന്ന ഹോളി സ്പിരിറ്റിന്റെ ഇമ്പാക്റ്റ് ഇല്ലാതെ വരുമ്പോൾ സീനിയർ ലീഡർഷിപ്പിന് നമ്മുടെ ഹാൻഡ് ഓവർ ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നാം. ആത്മാവിന്റെ ശുശ്രൂഷ വന്നെങ്കിൽ മാത്രമേ ജനത്തിന് അനുഗ്രഹം സ്വീകരിക്കാൻ കഴിയൂ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അത് അക്ഷരമായിട്ട് അവസാനിക്കും. നമ്മുടെ പ്രസംഗം കേവലം അക്ഷരമായിട്ട് അവസാനിക്കും. എന്നാൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം കടന്നു വരുന്നത് വ്യത്യസ്തമാകുന്ന സാഹചര്യങ്ങൾ, വ്യത്യസ്തമാകുന്ന പ്രതിസന്ധികൾ, വ്യത്യസ്തമാകുന്ന രോഗങ്ങൾ, സംഘർഷങ്ങളെല്ലാം വഹിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പൊ അവർക്ക് വചനത്തിലൂടെ തന്നെ ആത്മാവിന്റെ ശുശ്രൂഷ ലഭിക്കണം. അതിനുശേഷം പരിശുദ്ധാത്മാവ് ചിലപ്പോൾ അവരോട് വ്യക്തിപരമായി തന്നെ സംസാരിച്ച് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു ശുശ്രൂഷയാണ് എല്ലാ ദിവസവും നടക്കേണ്ടത്. എല്ലാ ഞായറാഴ്ചയും എല്ലാ ദിനങ്ങളിലും ശുശ്രൂഷകൾ നടക്കുന്ന എല്ലായിടത്തും അങ്ങനെയുള്ള ശുശ്രൂഷയാണ് നടക്കേണ്ടത്. ഞാൻ എന്നും ഇപ്പോൾ ഇത്രയും വർഷം ഒരു പാസ്റ്റർ ആയിരുന്നിട്ടും ഈ ചർച്ചിൽ എനിക്ക് അന്ന് ഞാൻ സൺഡേ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ജനത്തെ അത് സ്പർശിക്കുന്നില്ല എങ്കിൽ എനിക്കന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ആത്മീക സങ്കടം എൻ്റെ ഉള്ളിൽ എനിക്കിപ്പോഴും വരാറുണ്ട്. നമ്മളൊരു ഗസ്റ്റ് പാസിനെ വിളിച്ചിട്ട് ആരെങ്കിലും ഒരു ഗസ്റ്റ് പാസ് നന്നായിട്ട് വചനമൊക്കെ പറഞ്ഞ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലും ജനത്തിനത് ബ്ലെസ്സിങ് ആകുന്നില്ല എങ്കിൽ എനിക്ക് ഹാർട്ടിലൊരു പെയിൻ തീർച്ചയായിട്ടും ഇപ്പോഴും വരാറുണ്ട്. പാസ്റ്റർ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ നിലയിലുള്ള അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയപ്പോൾ ആ സമയത്ത് ബാംഗ്ലൂരിൽ ഞാൻ അതുവരെ പ്രസംഗിച്ചിട്ടില്ല എന്നുള്ളതാണ് രസം. ബാംഗ്ലൂരിലെ പ്രസംഗത്തിന്റെ തുടക്കവും ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ പാസ്റ്റർ പോൾ തങ്കയ്യ എന്നെ ഒരു കെയർ സെല്ലിന്റെ അകത്ത് കീബോർഡ് വായിക്കാനായി. അതിനിടയിൽ ഈ ഞായറാഴ്ചകളില് എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ നിന്ന് തിരുവനന്തപുരത്തിന് യാത്ര ചെയ്യുമായിരുന്നു? ഇല്ല, മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 മാസത്തിലൊന്നേ പോകുന്നുള്ളൂ. കൂടുതൽ ഞാൻ ബാംഗ്ലൂരിൽ തന്നെ കീബോർഡിസ്റ്റ് തന്നെ ആയിരുന്നു അപ്പോഴും. ഓക്കെ. ജോലിയും ഇവിടുത്തെ ശുശ്രൂഷ, ഇവിടുത്തെ ടീമിലെ കീബോർഡിസ്റ്റ് ആയിരുന്നു. മാസത്തിൽ ഒരു പ്രാവശ്യം കാണും നെടുവങ്ങാട് പോകും. അവിടെ പോകുമ്പോൾ ഒരു അവസരം ലഭിക്കും. അങ്ങനെയാണ് 2009 മുന്നോട്ട് പോകുന്നത്. അപ്പൊ 2008 അവസാനമാണ് ബാംഗ്ലൂരിൽ ഞാൻ ആദ്യമായിട്ട് ശുശ്രൂഷിക്കുന്നത്. ഞാനൊരു സെൽ പ്രെയറിന്റെ അകത്ത് കീബോർഡിസ്റ്റ് ആയിരുന്നു. ഒരു 6-7 പേര് വരും. ഇവിടെ ഒരു സയന്റിസ്റ്റ് അങ്കിളുടെ വീട്ടിലായിരുന്നു കോറമംഗലിൽ. അദ്ദേഹമാണ് പ്രസംഗിക്കുന്നത്. ചർച്ചിൽ നിന്ന് നോട്ട്സ് ഉണ്ട്, നോട്ട്സ് പഠിപ്പിക്കണം, ബൈബിൾ സ്റ്റഡി പോലെ. ഒരു ദിവസം അങ്കിളിന് സൗണ്ട് ഇല്ല. അപ്പോൾ അങ്കിൾ എന്നോട് ചോദിച്ചു, സൗണ്ട് വരുന്നില്ല, അനീഷ് എന്തെങ്കിലും പറയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ പറയാൻ സമ്മതിച്ചു. അവസരം ദൈവം തരുന്നതല്ലേ, ഉടനെ സമ്മതിച്ചു. എൻ്റെ ഒരു ഇതുവരെയുള്ള എക്സ്പീരിയൻസ് പാസ്, ഞാൻ കർത്താവിന്റെ സിസ്റ്റത്തിന് അത് നോ പറയത്തില്ല. പാസ് ഇപ്പൊ എന്നോട് ഇപ്പൊ തന്നെ നോർത്ത് ഇന്ത്യ പോകണമെന്ന് പറഞ്ഞാലും ഞാൻ പോകും. അതിൻ്റെ അകത്തൊരു നോ എന്നൊരു വേർഡ് എനിക്ക് മിനിസ്ട്രിക്കകത്ത് ഉണ്ടാകരുതെന്നൊരു ആഗ്രഹമാണ്. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം 6-7 പേരേ ഉള്ളൂ. ഞാൻ അപ്പോഴത്തേക്ക് ഒരു വർഷമായ സെൽ പ്രെയറിൽ പോകുന്നുണ്ട്, കുഞ്ഞൊരു കീബോർഡ് വായിക്കുന്നത്. ഇവിടെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു അവസരം നൽകി തരുമ്പോൾ അതിൽ നോ പറയുകയോ പിന്മാറുകയോ ചെയ്യാതെ ആ അവസരം അപ്പോൾ തന്നെ പ്രയോജനപ്പെടുത്തണം. അത് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ എല്ലാവരും പറഞ്ഞു എനിക്ക് നിയോഗം കിട്ടിയില്ല എന്നുള്ളത്. ബൈബിൾ നമ്മൾ പൗലോസിന്റെ ഒക്കെ മിനിസ്ട്രി നമ്മൾ പഠിച്ചാൽ they were on the move. ചില സമയത്ത് ഹൈ നിയോഗത്തോടു കൂടെ പോയതുണ്ട്. ചില സമയത്ത് അവരുടെ ആ ഡ്രൈവിൽ പോയ സ്ഥലത്തും അവർ പ്രയോജനപ്പെട്ടു.
ചില സ്ഥലത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് ഹോളി സ്പിരിറ്റ് ഡയറക്റ്റ് ചെയ്ത് പോകണം പോകരുത്. ഡിറക്ഷൻ ഇല്ലാതെ പോയെടുത്തും അവർ പോയെടുത്തൊക്കെ, കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ ശക്തി ലഭിച്ച് നിങ്ങൾ പോകുന്നിടത്തൊക്കെ കർത്താവിൻ്റെ സാക്ഷികളാണ്. അപ്പോൾ ഏതൊരു മിനിസ്ട്രി ഓപ്പണിംഗ് ദൈവം തന്നാലും ചിലപ്പോൾ അത് വണ്ടി ഓടിക്കാനായിരിക്കാം, ആ വണ്ടി ഓടിക്കുന്ന ശുശ്രൂഷയ്ക്കകത്തായിരിക്കാം ഒരു വലിയ കാര്യം. ഇപ്പോൾ പൗലോസിനെ ആദ്യം അവർ ഏൽപ്പിച്ചത് പണം കൊണ്ട് കൊടുക്കാനാണ്, ഒരിക്കലും ഒരു പ്രാസംഗികനായിട്ടോ ശുശ്രൂഷകനായിട്ടോ ഒന്നും അല്ല ഏൽപ്പിച്ചത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ആ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം പല ചെറുപ്പക്കാരും ഇന്ന് മിസ് ചെയ്യുന്നത്. പണം കൊണ്ട് കൊടുക്കാനും പറഞ്ഞില്ല. അപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു ഫീലിംഗ്, ഞാൻ അത്ര മോശമാണോ പണം കൊണ്ട് കൊടുക്കാൻ? ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരാളാണോ? എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് സ്റ്റേജിൽ നിൽക്കാനല്ലേ? അങ്ങനെ പല ചെറുപ്പക്കാരും നമ്മുടെ ചേർച്ചിൽ തന്നെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നത്തതിൽ അവർക്ക് കയറി വരാൻ കഴിഞ്ഞില്ല. പിന്നത്തതിൽ അവർ വന്ന് എന്നോട് ക്ഷമ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ. അത് അവസരങ്ങളുടെ ആദ്യത്തെ പടിയാണ്. ആ ആദ്യത്തെ പടിയിൽ ചവിട്ടിയെങ്കിൽ മാത്രമേ അടുത്ത പടിയിൽ അവർക്ക് കാൽ വെക്കാൻ കഴിയത്തുള്ളൂ. പ്രത്യേകിച്ച് അതിനകത്ത് വിശ്വസ്തത എന്നൊരു ഫാക്ടർ ദൈവം മാർക്കിട്ട് പോകുന്ന ഒരു സീസണാണ്. അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൽ വിശ്വസ്തനാക്കുന്നല്ല, വിചാരകരാക്കുക. You'll make good stewards of greater responsibilities. അങ്ങനെ ഞാൻ പറയാന്ന് പറഞ്ഞു എഴുന്നേറ്റു. ഞാൻ 1.5 മണിക്കൂർ പ്രസംഗിച്ചു. 1.5 മണിക്കൂർ പ്രസംഗിച്ചു. ആ അങ്കിള് ഞെട്ടിപ്പോയി. ആരും പോകുന്നില്ല, ദൈവ സാന്നിധ്യം. ആകെ 6-7 പേരുള്ള കോറമംഗലല്ല, ബാംഗ്ലൂരിൽ. അങ്കിള് പറഞ്ഞു, ഈ തുടക്കങ്ങളെല്ലാം ഭയങ്കര അത്ഭുതമാണല്ലോ. അങ്കിള് പറഞ്ഞു, എന്നോട് എന്താ ഇത്രയും ദിവസം പറയാത്തത്, ഇങ്ങനെ പ്രസംഗിക്കുന്ന ഒരാളാന്നുള്ളത്. ഇനി എല്ലാ ട്യൂസ്ഡേയും അനീഷ് മോൻ പ്രസംഗിച്ചാൽ മതി. അങ്ങനെയാണ് ബാംഗ്ലൂരിലുള്ള ശുശ്രൂഷകളുടെ ആരംഭമാകുന്നതും. ഡാഡിയുടെ ഒരു സുഹൃത്ത് എന്നെ ഒരു കാര്യത്തിന് വിളിച്ച് 100 പേരുടെ ഒരു ചേരി പ്രദേശത്ത്, ബാംഗ്ലൂരിൽ വിവേക് നഗറിൽ 100 ചേരി പ്രദേശത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു മീറ്റിങ്ങിലാണ് ഞാൻ ആദ്യമായിട്ട് FGAGയുടെ പുറകെ, ഞാൻ ആയിരുന്ന ചർച്ചിന്റെ പുറത്ത് ആദ്യമായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ ശുശ്രൂഷിക്കും. ആ ചേരി പ്രദേശത്തുള്ള കുട്ടികളുടെ നടുവിൽ പാസ്റ്റർ സന്തോഷ് പ്രഭുവിൻ്റെ ചർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ശുശ്രൂഷിക്കുന്നത്. ഒരു പക്ഷേ ബാംഗ്ലൂരിൽ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിൻ്റെ പ്രോഗ്രസ്സും കണ്ട ഏക ദൈവദാസൻ പാസ്റ്റർ പോൾ തങ്കയ. ഒരു പക്ഷെ അത്ര ശ്രദ്ധിക്കത്തക്ക, അദ്ദേഹം ഒരു തിരക്കുള്ള ദൈവദാസനാണ്. എന്നാൽ വളരെ അടുത്ത് ശ്രദ്ധിച്ച ദൈവദാസനായിരിക്കും സന്തോഷ് പ്രഭു. ഈ ശുശ്രൂഷകളാണ് വിവാഹത്തിലേക്ക് ആക്ച്വലി അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറിയത്. അങ്ങനെ ഒരു കാര്യം നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സമയപരിധിക്കുള്ളിൽ ഇപ്പോൾ നമുക്ക് ഈ ഭാഗം തന്നെ വിശദീകരിച്ച് ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു. ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിപ്പോൾ സന്തോഷ് പ്രഭു പാസ്റ്ററുടെ ചർച്ചിലെ കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ അവിടെ തുടങ്ങുന്നു. അതിനുശേഷം ബാംഗ്ലൂരിൽ ശുശ്രൂഷിക്കുന്നു, കേരളത്തിൽ ശുശ്രൂഷിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യും. അതെ. എന്നാൽ ഒരു ചേർച്ച് മിനിസ്ട്രിയിലേക്ക് വരുന്നത് വിവാഹത്തിന് ശേഷം. വിവാഹം അതിനു മുന്നേ ചേർച്ച് മിനിസ്ട്രിയിലേക്ക് പ്രവേശിച്ചില്ല. ഈ നിലയിൽ രണ്ടിടത്ത് ബാംഗ്ലൂരിലുള്ള ചില ചെറിയ അവസരങ്ങൾ, കെയർ സെല്ലിലുള്ള അവസരവും നെടുമങ്ങാടുള്ള അവസരവും, നെടുമങ്ങാട് മാത്രമേ, അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് അത് തുടക്കമായിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഈ ശുശ്രൂഷയിൽ പ്രസംഗിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ? അത് ചില നാളുകൾ മുന്നോട്ട് പോയില്ലേ? ചില മാസങ്ങൾ, ഒരു വർഷമൊന്നും നമുക്ക് ചിന്തിക്കാം. 1 വർഷത്തോളം അത് മുന്നോട്ട് പോയി. അപ്പൊ ആ 1 വർഷത്തോളം മുന്നോട്ട് പോയപ്പോൾ ആ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറും ഒക്കെ എങ്ങനെയായിരുന്നു? വെല്ലുവിളി വിവാഹത്തിന്റെ കാര്യത്തിന്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഈ 1 വർഷം തികയുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ ഈ പ്രസംഗങ്ങളുടെ ഇടയിലാണ് എൻ്റെ വിവാഹം ഫിക്സ് ആകുന്നത്. അതും ഈ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് വിവാഹം ഫിക്സ് ആകുന്നത്. വേണമെങ്കിൽ ഞാൻ ആ വിവാഹം ഫിക്സ് ആയ കാര്യം വേണമെങ്കിൽ ഞാൻ പാസ്റ്ററുമായിട്ട് ഷെയർ ചെയ്ത് ബാക്കി അടുത്ത എപ്പിസോഡിൽ പറയാം. അതിന്റെ ഒരു തുടക്കം, ഒരാരംഭം പറഞ്ഞു. അപ്പോൾ വിവാഹപ്രായമായി 26 വയസ്സായപ്പോൾ ഡാഡി പറഞ്ഞു വിവാഹം കഴിയും. ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ചെറുപ്പത്തിൽ വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഡാഡിക്കൊരു വലിയ ലെറ്റർ അല്ലെങ്കിൽ ഒരു പോയിന്റ്സ് പറഞ്ഞു, ഇന്ന കാര്യങ്ങളുള്ള ഡാഡി തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോഴത്തെ എൻ്റെ ഇനീഷ്യൽ ചിന്താഗതി ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞു, എനിക്ക് അറിയുന്ന ഒരാളെ വിവാഹം കഴിക്കണം എന്നുള്ളതായിരുന്നു. ഞാനങ്ങനെ 1-2 സജഷൻസ് ഒക്കെ പറഞ്ഞു. ഡാഡി പറഞ്ഞു വേണ്ട എന്നുള്ളത്. ഡാഡി ആ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്നും കിട്ടിയ ഒരു ആലോചന പ്രകാരം അന്ന് ഡാഡി ഒരാൾ ഫോൺ വിളിക്കുമെന്ന് പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് 3:30 എൻ്റെ ഫാദറിലോ ദേവസ്യ മുല്ലക്കർ സാറ് വിളിക്കുന്നു. കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. ഞങ്ങൾ അവരുടെ വീട്ടിൽ പെണ്ണ് കാണാൻ പോകും. പെണ്ണ് കാണാൻ പോകുമ്പോഴത്തേക്ക്
ഞങ്ങളുടെ ഭവനത്തിലുണ്ടായ ചില സാഹചര്യങ്ങൾ കാരണം അവർ അതിശയിച്ചു പോകുന്നു. കാരണം ഞാനും എൻ്റെ ഡാഡിയും മാത്രമേ പോയുള്ളൂ. പിന്നത്തതിൽ അവരെന്നെക്കുറിച്ചൊരു അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണം ഈ ശുശ്രൂഷയിലാണ് അവസാനം വന്ന് നിന്നത്. അവരുടെ കുറേ പാസ്റ്റേഴ്സ് ഞാനൊരിക്കൽ ശുശ്രൂഷിക്കുന്ന ഒരു മീറ്റിങ്ങിൽ വന്ന് വീഡിയോ എടുത്തു. ആ മീറ്റിങ്ങിൻ്റെ അകത്ത് പങ്കെടുത്തു. ആ മീറ്റിങ്ങിൻ്റെ വീഡിയോ മുഴുവൻ അന്നത്തെ പഴയ ക്യാമറയിൽ അവർ റെക്കോർഡ് ചെയ്ത് ദേവസ്യ മുല്ലക്കര സാറിനെ കൊണ്ടുപോയി കാണിക്കുകയാണ്. കാരണം കുടുംബവുമായിട്ട് കേട്ട പശ്ചാത്തലത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളെല്ലാം നെഗറ്റീവായിട്ടും പിന്നെ എൻ്റെ പാസ്റ്റ് ലൈഫും കേൾക്കുക. എൻ്റെ കോളേജ് ജീവിതത്തിലെ സിന്നിൻ്റെ കാര്യങ്ങളൊക്കെ ട്രിവാൻഡ്രത്ത് അറിയാവുന്നത്. ഇതൊരു രഹസ്യമായ കാര്യമല്ല, ഇതൊരു പരസ്യമായ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നെഗറ്റീവേ പറഞ്ഞുള്ളൂ. അവൻ കോളേജിൽ ഇങ്ങനെ ആയിരുന്നു, അവൻ മദ്യപാനിയായിരുന്നു, അവൻ ഇത് ചെയ്തു, അങ്ങനെ എല്ലാ നെഗറ്റീവും കേട്ട് ഈ വിവാഹാലോചന ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് മുല്ലക്കര സാർ ചിന്തിക്കുന്ന സമയത്താണ് ശുശ്രൂഷയുടെ വീഡിയോ പോകുന്നത്. ആ വീഡിയോ അവരെല്ലാവരും കൂടെ കുടുംബസമേതം ഇരുന്ന് കാണുന്നത്. എന്നെ ഓഡിഷൻ ചെയ്തതുപോലെയായിരുന്നു. അപ്പോൾ മുല്ലക്കര സാറിൻ്റെ ഒരു പാസ്റ്റർ പറഞ്ഞത് എന്നെ ഇന്നും ദൈവത്തെ ഞാൻ സന്തോഷിക്കുന്നു. പാസ്റ്റർ സാർ, അദ്ദേഹത്തിന്റെ പാസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ ആളുകൾ നെഗറ്റീവ് പറയുന്നത് നമുക്ക് അറിയത്തില്ല. പക്ഷേ ആ കൊച്ചിൻ്റെ മേൽ അഭിഷേകമുണ്ട്. അത് അവൻ്റെ ഭാവിയെ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് കൊണ്ടു. അപ്പോൾ കുടുംബം മാറി എന്ന് വളരെ വ്യക്തം. നമ്മുടെ നാച്ചുറൽ ഫാമിലിയെക്കാട്ടിലും ഉപരിയായിട്ട് ഹോളി സ്പിരിറ്റിൻ്റെ ഫാമിലിയുടെ മെമ്പറായി തീർന്നു. ഹോളി സ്പിരിറ്റാണ് ഈ കല്യാണം നടത്തിയത്. അത്ഭുതകരം. ഇത് ഇവിടെ ഒരു സർപ്രൈസ് ആയിട്ട് നിൽക്കട്ടെ. കാരണം അടുത്ത എപ്പിസോഡിൽ നമുക്കിത് കൂടുതൽ വിശദീകരിക്കാം. നിങ്ങൾ നഷ്ടമാക്കരുത്. അടുത്ത എപ്പിസോഡ് വളരെ വളരെ അനുഗ്രഹമായിരിക്കും. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ വിശേഷിച്ചും യൗവനക്കാരായിട്ടുള്ള ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. അവരുടെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി അവர்கள் പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ അനേക ചെറുപ്പക്കാർക്ക് വേണ്ടി കർത്താവെ, ഒത്തിരി ചെറുപ്പക്കാരെ പരിശുദ്ധാത്മാവാം ദൈവം അഭിഷേകം ചെയ്ത് ശുശ്രൂഷകൾക്ക് വേണ്ടി കണ്ടിരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം കർത്താവെ. എന്നാൽ പലപ്പോഴും കർത്താവെ, അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തടസ്സമായി, അവരുടെ തന്നെ ഇൻഫീരിയോറിറ്റി തടസ്സമായി, അവർക്ക് അവസരങ്ങൾ ലഭിക്കാതെ എല്ലാം തടസ്സമായി നിൽക്കുന്നവർ കർത്താവ്, ഞങ്ങളിപ്പോൾ പറഞ്ഞ ടെസ്റ്റിമണി അനുസരിച്ച് ദൈവം ഞങ്ങളിൽ ആരംഭിച്ച പ്രവൃത്തിയെ ദൈവം തന്നെ പൂർത്തീകരിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ എല്ലാവരുടെ മേലും ഒരു ഇംപാർട്ടേഷൻ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ സ്പിരിച്വൽ ലീഡർഷിപ്പിൽ നിന്നും അവർക്ക് ഒരു ഇംപാർട്ടേഷൻ ഉണ്ടാകട്ടെ. നല്ല സ്പിരിച്വൽ ലീഡർഷിപ്പ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പിതാക്കന്മാരെ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഐഡന്റിഫൈ, അവരെ കൈപിടിച്ച് ഉയർത്തി കർത്താവെ അവരെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ, ശുശ്രൂഷിപ്പിക്കുവാൻ കർത്താവെ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ആഴമേറിയ കാര്യങ്ങൾ വെളിപ്പെടുത്തണം കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ അവരിൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവ സാന്നിധ്യത്തിന്റെ കാരിയേഴ്സ് ആയിരിക്കട്ടെ. അവരെവിടെ പോയാലും പ്രസൻസ് കാരിയർ ആയിരിക്കട്ടെ, പ്രസൻസിൽ ജീവിക്കുന്നവരായിരിക്കട്ടെ, പ്രസൻസിനെ വെളിപ്പെടുത്തുന്നവരായിരിക്കട്ടെ എന്ന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, ചെറുപ്പക്കാരെ ശുശ്രൂഷകരുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ ദൈവം വഴികളെ തുറക്കണമേ. റൈറ്റ് അലയൻസ്, റൈറ്റ് പാർട്ട്ണർഷിപ്പ്, റൈറ്റ് ഫാമിലി യേശുവിന്റെ നാമത്തിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് അങ്ങനെ ചെയ്ത് കൃപയ്ക്കായിട്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. വളരെ വളരെ നന്ദി. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ചിന്തകൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം, ഇത് ഷെയർ ചെയ്യണം. അതോടൊന്നിച്ച് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വിനയപരിശ്രമം അർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.